യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മനുഷ്യാ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ. ഈ ഗാനത്തിൻ്റെ ശീലുകളുമായി ഇതാ വീണ്ടും ഒരു നോൻപ് കാലം സമാഗതമായിരിക്കുകയാണല്ലോ. നോൻപ് എന്ന വാക്കിൻ അർത്ഥമാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. നോൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെയുള്ള സഹനം. നോൻപ് സഭയുടെ വസന്തകാലം, അനുഗ്രഹിക്കപ്പെട്ട കാലം, സുവർണകാലം എന്നൊക്കെ പറയാറുണ്ട്. ഈ നോൻപ് കാലം നമ്മെ അനുസ്മരിപ്പിക്കുക ഒരു തിരിച്ചുവരവാണ്. എന്തിൽ നിന്നെല്ലാമാണ് നാം തിരിച്ചു വരേണ്ടത്? നമ്മുടെ അഹംഭാവത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, ഞാനെന്ന ഭാവത്തിൽ നിന്ന്, തെറ്റായ സ്നേഹബന്ധങ്ങളിൽ നിന്ന്, കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന്, സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളിൽ നിന്ന് എല്ലാം ഒരു തിരിച്ചുവരവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നതാണ് ഈ നോൻപ് കാലം. അമ്മ ത്രേസ്യ തൻ്റെ സഹസഹോദരിമാർക്ക് ഇപ്രകാരം എഴുതി. നോൻപുകാല സന്ദേശമായി ഇപ്രകാരം എഴുതി: തിരിച്ചു വരിക. ഒപ്പം ഡോസ്റ്റോവസ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്ന നോവലിൽ അദ്ദേഹം റാസ്കൽനിസ്കവ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ തെറ്റിനെക്കുറിച്ച് ഏറ്റുപറയുമ്പോൾ സോണിയ പറയുന്ന ഒരു വാക്കുണ്ട്: നീ പാതയോരത്ത് ചെന്ന് ഭൂമിയെ ചുംബിച്ച് നിന്റെ തെറ്റുകൾ ഏറ്റുപറയുക, എന്നിട്ട് തിരിച്ചു വരിക എന്ന്. അതെ പ്രിയമുള്ളവരെ, ഈ നോൻപുകാലം നമ്മെ അനുസ്മരിപ്പിക്കുക ഒരു തിരിച്ചുവരവാണ്. വീണ്ടും നോൻപുകാലം ഒരു ഡെസേർട്ട് എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു മരുഭൂമി അനുഭവം. ഇതുപോലെ മരുഭൂമി അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു വ്യക്തി ബൈബിളിലുണ്ട്. അത് മറ്റാരുമല്ല, സ്നാപക യോഹന്നാൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക ഒരു കവി എപ്പോഴോ പാടിയ 2 വരികളാണ്. അദ്ദേഹം അതായത് കെട്ടിടം പണി നടക്കുന്നതിനിടയിൽ നോക്കൂത്തിയെ സാധാരണയായി നമ്മൾ വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ നോക്കൂത്തിയുടെ ഒരു ഏറ്റുപറച്ചിലും പ്രാർത്ഥനയുമാണത്. അത്: സഖേ നീ വളരുക, നീ വളരുമ്പോൾ ഞാൻ ചെറുതാകും, ഞാൻ ചെറുതാകുമ്പോൾ നീ വളരും. കണ്ണേറെനിക്ക്, മണ്ണേറെനിക്ക്, മഴയെനിക്ക്, വെയിലെനിക്ക്. സഖേ നീ വളരുക, നീ വളരുമ്പോൾ ഞാൻ ചെറുതാകും, ഞാൻ ചെറുതാകുമ്പോൾ നീ വളരും. അതേ പ്രിയമുള്ളവരെ, യോഹന്നാൻ രംഗപ്രവേശനം ചെയ്ത് ആകെ 2 വാക്കുകളാണ് പറയുന്നത്. ഒന്ന്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ഒരു മനസ്സിൻ്റെ അന്തരം സംഭവിക്കുക എന്നുള്ളതാണ് ഈ നോൻപുകാലത്തിൻ്റെ ഒരു ചിന്ത അല്ലെങ്കിൽ തിരിച്ചുവരവ് എന്ന് പറയുന്നത്. ഒപ്പം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് ധൂർത്തപുത്രൻ്റെ ഒരു തിരിച്ചുവരവ്. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ കിടന്നപ്പോൾ അവന് സുബോധമുണ്ടായി എന്ന് പറയുന്നു. ഈ ഒരു സുബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു നോൻപിൻ്റെ ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും. ഒപ്പം യോഹന്നാൻ്റെ ജീവിതം ഉപവാസത്തിൻ്റെ ജീവിതമായിരുന്നു, ഒന്നിച്ച് വസിക്കുന്നതിൻ്റെ ജീവിതമായിരുന്നു. ഭക്ഷണം വേണ്ടാന്ന് വെച്ചിട്ട് പകരം ദൈവിക ആത്മീയ പ്രാർത്ഥനകളാലും ഒപ്പം വചനങ്ങളാലും നമ്മെ നിറയ്ക്കുന്ന ഒരനുഭവമാണ് ഉപവാസം എന്ന് പറയുന്നത്. തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും വെട്ടുക്കിളികളും കാട്ടുതേനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണമെന്ന്. അപ്പോൾ യോഹന്നാൻ ഒരു ആഡംബരത്തിൽ മിതത്വം എന്നുള്ള ഒരു പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ നോൻപ് കാലത്ത് നാം ചിന്തിക്കേണ്ടത് ഇത്രമാത്രം: ആഡംബരങ്ങളിൽ ഒരു മിതത്വം പാലിക്കുന്നവരാകുക എന്നുള്ളതാണ്. തുടർന്നും യോഹന്നാൻ്റെ ഈ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട്:
അണലിസന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്നും ഓടിയകലുവാൻ നിങ്ങൾക്ക് എങ്ങനെ ആരാണ് അനുമതി നൽകിയത്? വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ഈ ഒരു നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ഈ നോൻപുകാല ചിന്തയായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആയതിനാൽ സഹോദരങ്ങളെ, നമുക്ക് ഓർക്കാം, ഒരു ഡെസേർട്ട് എക്സ്പീരിയൻസിലൂടെയും അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ മരുഭൂമിയുടെ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ജീവിതത്തിൽ ഒരു അഴിച്ചുപണിയും ഒരു സർവീസും ഒക്കെ നടത്തി ദൈവത്തെങ്കിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വന്നാലോ? സ്തുതിയായിരിക്കട്ടെ.